ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വൈശാഖ മാസം വ്രതമനുഷ്ഠിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു ഭക്തിക്ക് ലഭിച്ച സൗഭാഗ്യത്തെക്കുറിച്ചിട്ടാണ്, അനുഭവത്തെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. രാധികയാണ് അവരുടെ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുന്നത്. ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത്. കുഞ്ഞിനു വേണ്ടി പല ചികിത്സകളും അവർ ചെയ്തു. എന്നാൽ അതൊന്നും വിജയിച്ചില്ല എന്നുള്ളതാണ്. രാധികയും ഭർത്താവും ഏറെ ദുഃഖിതരായിരുന്നു. അവർ പുറത്ത് പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. കാരണം ആളുകളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവർക്കില്ലായിരുന്നു. ആളുകൾ കണ്ടാൽ സംസാരിച്ചു തുടങ്ങി അവസാനമെത്തുന്നത് കുഞ്ഞൊന്നുമായില്ലേ, വിശേഷമായില്ലേ എന്നുള്ള ചോദ്യമാണ്. അതവരെ ഏറെ ദുഃഖിപ്പിച്ചിരുന്നു. കൃഷ്ണഭക്തയായിട്ടുള്ള രാധിക ഭഗവാനോട് എന്നും പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയാണ് വൈശാഖ മാസത്തിൻ്റെ പുണ്യത്തെക്കുറിച്ച് രാധിക മനസ്സിലാക്കുന്നത്. വൈശാഖ മാസം വരുന്നത് ആഘോഷിക്കണം, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അനുഷ്ഠിക്കണമെന്ന് രാധിക തീരുമാനമെടുക്കുകയാണ്. ഭഗവാന് മുന്നിൽ ഒരു ആഗ്രഹം പറയുകയും അതുപോലെ തന്നെ പ്യുവറായിട്ടുള്ള ഭക്തി അദ്ദേഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ നമ്മുടെ ആഗ്രഹത്തിന് മാത്രം വേണ്ടിയിട്ട് ഭഗവാനെ സേവിക്കരുത് കേട്ടോ. അങ്ങനെ പോയാൽ ഭഗവാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് തരും. അങ്ങനെ രാധിക ഭഗവാനോട് അങ്ങനെ എന്നും നിരന്തരം സ്മരിക്കുകയും ഭഗവാനെ നിരന്തരം സ്മരിക്കുകയും തൻ്റെ ഭക്തി അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് മുന്നിൽ, തൃപ്പാദങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 2023 വൈശാഖ മാസം കടന്നുപോയി. പക്ഷേ അപ്പോഴും അവരുടെ ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ള സ്വപ്നം അവിടെ വിജയിക്കുന്നില്ല. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തുകയും അവസാനം നിരാശ മാത്രമാണുള്ളത്. പിന്നീട് ആളുകൾ അവരെ പരിഹസിക്കാൻ തുടങ്ങി. ചില ആളുകളൊക്കെ അവർക്ക് വേണ്ടപ്പെട്ടവരാണ് കേട്ടോ. ഓ, ഇപ്പോഴും കുഞ്ഞായില്ലേ, നീ വലിയ കൃഷ്ണഭക്തിയൊക്കെ ആയിട്ട് എന്താ നിനക്ക് നിൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാത്തത്, നീ വിചാരിച്ചിട്ട് അതൊന്നും നടക്കാത്തത് എന്താ എന്നുള്ള ചോദ്യങ്ങളും പരിഹാസങ്ങളൊക്കെ ആയി. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ രാധികയുടെ മനസ്സിങ്ങനെ വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. അവൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, എനിക്കൊരു കുഞ്ഞിനെ നീ തന്നിട്ടില്ലെങ്കിൽ നീയാണ് കേട്ടോ ഭഗവാനെ, നിനക്കാണ് കേട്ടോ മോശം. ഞാൻ നിൻ്റെ ഭക്തയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ നീ എൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു തന്നിട്ടില്ലെങ്കിൽ ഭഗവാനെ നിനക്കാണ് നാണക്കേട്, നീയാണ് ഭഗവാനെ തോറ്റു പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭഗവാനോട് ഇങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടാണ് അവരുടെ ദിവസങ്ങൾ കഴിഞ്ഞു പോയത്. എന്നാലും ഭഗവാനോടുള്ള പ്രാർത്ഥന അവരൊരിക്കലും നിർത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ മന്ത്രം ദിവസവും ചൊല്ലുമായിരുന്നു. അങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഈ 2024 വൈശാഖ മാസം പിറക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് 2 ദിവസം മുന്നേ ആയിട്ട് രാധിക ടെസ്റ്റ് ചെയ്യുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആവുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് ആ വിവരം നമ്മൾ ഭക്തർക്കൊക്കെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ 2024 വൈശാഖ മാസം രാധിക വളരെ കൃത്യമായിട്ട് അനുഷ്ഠിക്കുകയും, എന്നാൽ അപ്പോഴൊന്നും ആഗ്രഹങ്ങളൊന്നും സാധിച്ചില്ല. ഭഗവാൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ ഇവളെന്നെ സേവിക്കുന്നത് എന്നുള്ള പരീക്ഷണമൊക്കെ നടത്തി. പക്ഷേ അവിടെ ഒന്നും രാധിക തളർന്നില്ല. ഭഗവാനെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായില്ല. ഭഗവാൻ ഇങ്ങനെ മുറുക്കി പിടിച്ചു. എന്ത് വന്നാലും എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവണം. ആ ഒരു വിശ്വാസത്തോടു കൂടി ഭഗവാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും, ഭഗവാൻ എൻ്റെ വേദന മാറ്റും എന്നുള്ളൊരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ ആ പ്രതീക്ഷ കൈവിടാതെ ഭഗവാൻ ഇങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന് ആ ഭക്തയുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലാതെ നിവർത്തിയില്ലല്ലോ. ഭഗവാന് തൻ്റെ ഭക്തയെ വേദന ഒരിക്കലും കണ്ടു നിൽക്കാൻ സാധിക്കില്ല എന്ന് കേട്ടിട്ടില്ലേ. അങ്ങനെ ഏറെ നാളത്തെ അവരുടെ ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കുകയാണ്. 2024 വൈശാഖ മാസം മുതൽ ഭഗവാൻ ഇങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ഭഗവാനെ എപ്പോഴും സ്മരിക്കുകയും ചെയ്യുന്ന രാധികയ്ക്ക് 2025 വൈശാഖ മാസത്തിന് 2 ദിവസം മുന്നേ ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനിടയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് വേദനകളും ഒക്കെ നൽകിയിരുന്നു. പക്ഷേ ആ വേദനകളിൽ ഒന്നും തന്നെ തളരാൻ തയ്യാറായിരുന്നില്ല. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ശങ്കിച്ചു നിൽക്കും. ഈ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ, ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചു എന്നിട്ടും ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പരിഭവങ്ങളൊക്കെ പറഞ്ഞു. ഇനി മുതൽ പ്രാർത്ഥിക്കുന്നില്ല എന്ന് ശപഥം ചെയ്യാൻ വരെ തീരുമാനിച്ചു. പക്ഷേ ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല കേട്ടോ. പരീക്ഷണങ്ങൾ തന്നാലും നമ്മളെങ്ങനെ ചേർത്ത് നിർത്തും. ഭഗവാൻ അതിനുള്ളൊരു അട്രാക്ഷൻ ഉണ്ട്, അതിനുള്ളൊരു കഴിവുണ്ട് അല്ലേ. ഭഗവാനെ ഗുരുവായൂരപ്പനോട് നമുക്ക് ഇനി എത്ര പിണക്കത്തോടെ മാറി നിന്നാലും നമ്മൾ വീണ്ടും വരും.
ഭഗവാനെ പ്രാർത്ഥിക്കാൻ, ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ട്. അപ്പോൾ ഭഗവാൻ അങ്ങനെ ഒരു കഴിവുണ്ട്, നമ്മുടെ പൊന്നു ഭഗവാന്. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും നമ്മുടെ പ്യുവറായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ വരുന്ന വൈശാഖ മാസം കൃത്യമായിട്ട് അനുഷ്ഠിച്ചോളൂ. അടുത്ത വൈശാഖത്തിന് മുന്നേ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. 100% ഉറപ്പാണ്. 100% ഭക്തിയോടുകൂടി സമർപ്പിക്കണം എന്ന് മാത്രം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും കമൻറ്റുകളും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.